ഹായ്, ഞാൻ സുജിത രതീഷ് ഫ്രം sujiscooking.com. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു നാടൻ കറിയാണ്. നമ്മുടെ ചെറിയ ചേമ്പ് വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഞാനിവിടെ അതിനായിട്ട് ഒരു 400 ഗ്രാം ചേമ്പ് എടുത്തിട്ടുണ്ട്. ചേമ്പ് രണ്ട് തരമുണ്ട്. വലിയ ചേമ്പ് അഥവാ ബ്ലാത്തി ചേമ്പെന്ന് ഞങ്ങൾ പറയും. ആ ചേമ്പുണ്ട്, ചെറിയ ചേമ്പുണ്ട്. അതിൽ നമ്മൾ ചെറിയ ചേമ്പ് വെച്ചിട്ടാണ് നമ്മൾ കറി തയ്യാറാക്കാൻ പോകുന്നത്. ചെറിയ ചേമ്പ് നല്ല ടേസ്റ്റിയാണ്. ഒരു വായിലിട്ടാൽ അലിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ ചെറിയ ചേമ്പ് ആദ്യം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഈ ചേമ്പും ചേനയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അലർജിയുള്ള ആളുകളാണെങ്കിൽ കൈക്കൊക്കെ ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഗ്ലൗസ് ഉപയോഗിച്ചതിന് ശേഷം മാത്രം ഇത് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. ചേമ്പ് ഞാനിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 4-5 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം, കാരണം മണ്ണുണ്ടാവും കേട്ടോ. അതിനുശേഷം നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ കുക്കാവും. അതിന് വേണം നിർബന്ധമൊന്നുമില്ല. അടുപ്പിലും കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ടീസ്പൂണിന് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 2-3 വിസിൽ മതിയാവും കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ ചേമ്പ് കുഴഞ്ഞു പോകും. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മത്തൻ്റെ ഇലയാണ്. മത്തൻ്റെ ഇല നമ്മൾ ഇളയ ഇല വേണം എടുക്കാൻ. ഒരുപാട് മൂത്ത ഇലയാണെങ്കിൽ ശരിയാവില്ല. ഞാനിവിടെ ഇതുപോലെ ഒരു പിടിയോളം ഇല എടുത്തിട്ടുണ്ട്. ഇത് ചോപ്പ് ചെയ്തിട്ട് 2 കപ്പ് ഇലയുണ്ട്. നമ്മളിത് കൈകൊണ്ട് പിച്ചി പറിച്ച് ഇട്ടാലും മതി, അല്ലെങ്കിൽ കത്തി കൊണ്ട് ഇതുപോലെ അരിഞ്ഞാലും മതി. അപ്പോൾ ചേമ്പ് കുക്കായിട്ടുണ്ട്. പ്രഷർ ഇവിടെ നാച്ചുറലി പോയതാണ്. ഈ ചേമ്പ് കുക്കായ ചേമ്പിലേക്ക് നമുക്ക് മത്തയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇല നന്നായിട്ട് കുക്കാവുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മത്തയില കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് വേണ്ട തേങ്ങ ചതച്ചെടുക്കാം. ഇതിനായിട്ട് 1 കപ്പ് തേങ്ങ, ഒരു 10-12 കാന്താരി മുളക് എന്നിവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 4 ചെറിയ ഉള്ളിയും നമുക്ക് ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി നന്നായിട്ട് തൊലി കളഞ്ഞ് അതും കൂടി ചേർത്ത് തേങ്ങ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തയിലയും ചേമ്പും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ തേങ്ങ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വല്ലാതെ ചേമ്പ് ഉടഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചതാണിത്. ഇതിന് ശേഷം ഇതും ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. വല്ലാതെ ഈ പറഞ്ഞ പോലെ തന്നെ ചേമ്പിൻ്റെ വിത്ത് നമ്മുടെ ഈ ഒരു കറിയിൽ കാണണം. കുറച്ചൊന്ന് ഉടഞ്ഞിരിക്കുകയും വേണം, ആ ഒരു പരുവത്തിൽ. ഇനി ഇത് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വല്ലാതെ ബോയിലാവുക, ഒരുപാട് കുക്കാവൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ആ തേങ്ങ ഒന്ന് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചേമ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു സ്പ്രിഗ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കറി വറവിടുന്നില്ല, വറവിടേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പകരം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.